ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ക്രീമി ബ്രെഡ് ബോക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് എന്തെല്ലാം വേണ്ടതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുരുമുളക് ഉപ്പ് ഇട്ട് വേവിച്ച ചിക്കനാണ് അത്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും അതും ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ബട്ടറിലാണ് ഇത് വാട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയിലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള വെജിറ്റബിൾസും അതേപോലെ തന്നെ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തേക്കാം ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചിക്കൻ ഇല്ല, അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ വേണ്ടത് വൈറ്റ് സോസാണ്. വൈറ്റ് സോസിലാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ അത് മസാല ഞാൻ സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു കഷ്ണം ബട്ടർ പിന്നെ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നതിന് കുറച്ച് തിക്കായിട്ട് വരണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതാ നല്ല കട്ടിയായിക്കൊണ്ടേ ഇരിക്കുവേ. കുറച്ച് നല്ലോണം കട്ടിയാവണേ. കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നല്ലൊരു ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഫില്ലിംഗ് വേണ്ടത്. സേമിയാണ്. സേമിയ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും ഇടാണ്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ബ്രെഡ്, അതായത് സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ പരത്തി കൊടുക്കണേ. അങ്ങനെയെല്ലാം ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ആ ഫില്ലിങ് നമുക്ക് ഈ ബ്രെഡിലേക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് നല്ല രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ ബ്രെഡ് അതിനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ബ്രെഡ് ഞാനിതിപ്പോൾ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ് പുറത്തൊന്നും പോവില്ല, അതൊന്നും ആരും പേടിക്കണ്ട. ഫില്ലിങ് പുറത്തൊന്നും ആവില്ല. ഇതേപോലെ 3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നും മുട്ടയിൽ മുക്കിയിട്ട് നമ്മുടെ സേമിയ മിക്സ് ഇല്ലേ അതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയത്തിൽ മുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാം. അതായത് സേമിയം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്. സേമിയ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് കുറച്ച് സമയം വരെ നിൽക്കൂ. ബ്രെഡ് ക്രംസിലും ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്നാക്ക് തന്നെയാണ് ഇത്. കാണാനും നല്ല മൊഞ്ചാണ്. ഈ സേമിയത്തിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തതായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കണേ. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.